ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കാസറ്റ് ഹക്കീം, വെപ്പെ അങ്ങനെ കുറേ ആളുകൾ അടങ്ങുന്ന ഈ ഒരു യൂണിവേഴ്സിലെ വീഡിയോ ആണ്. ഹനാൻ ഷാ ഒരു കുറിപ്പുമായിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരു 1.5 മണിക്കൂറിന്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് പുള്ളി എത്തിയിട്ടുണ്ട്. എന്താണ് സംഭവം ശരിക്കും ഉണ്ടായത് എന്നും പറഞ്ഞിട്ടാണ് പുള്ളിയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് കാര്യം, അവൻ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്നാണ്. ആര് ഈ ഹനാൻ? സീരിയസ്ലി കാര്യം അത്രയും മണ്ടത്തരം ഹനാൻ ഇതിനകത്ത് ചെയ്തു. അത് മണ്ടത്തരമായിട്ട് തള്ളിക്കളയാനും പറ്റുന്നില്ലെന്നേ. ഹനാൻ തന്നെ പറയുന്നു ഞാൻ കാണിച്ചത് മണ്ടത്തരമാണെന്ന്. പക്ഷെ ഇത് കളിച്ചു ചിരിച്ചാണ് നീ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതെങ്കിലും ഒരു കോമഡി രീതിയിൽ പുള്ളി അങ്ങ് പറഞ്ഞു വിട്ടത്. പക്ഷെ അത് അത്ര കളിച്ച് ചിരിച്ച് കളയേണ്ട ഒരു സാധനമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാര്യം ഇതിനകത്ത് നല്ല ഒന്നാന്തരം തേൻകണിയാണ് നടന്നേക്കുന്നത്. ഒന്നാന്തരം തേൻകണി പരിപാടി, പൈസ അടിച്ചു മാറ്റല്, ഭീഷണിപ്പെടുത്തല്, അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസിനകത്തുണ്ട്. പല ഐറ്റംസ് പോലീസ് ശരിയായിട്ടുള്ള രീതിയിൽ കേസ് അന്വേഷിച്ചാൽ ഇതല്ല, ഇതിന്റെ അപ്പുറം പുറത്തു വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. നമ്മളിപ്പോൾ ഈ കേട്ടതും കണ്ടതൊന്നും അല്ല, ഇതിന്റെ അപ്പുറം കുറെ ഐറ്റംസ് പുറത്തു വരും. ഹനാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഇപ്പം വരാനുള്ള ഒന്ന് റീസൺ, ഇതിനകത്ത് കുറ്റം ചെയ്തേക്കുന്ന വ്യക്തികൾ പെപ്പെ, ഈ പെണ്ണ്, എൻ്റെ കാസറ്റ്, ഇവർ 3 പേരുമാണ് ഇതിനകത്ത് മെയിൻ പ്രൈം കുറ്റവാളികൾ. എന്ന് വെച്ചാൽ കന്നന്തരവ് കാണിച്ചത് ഇവർ 3 പേരുമാണ്. പക്ഷെ ഈ ഒരു കോണ്ടന്റ് വൈറലായത് നമ്മുടെ പാട്ടുകാരൻ ഹനാൻ ഷാന്റെ പേരിലാണ്. ഏറ്റവും കൂടുതൽ ഹനാൻ ഷാ മീഡിയേറ്റർ ആയിട്ട് നിന്നു. ആ ഒരു ടോണാണ് ഏറ്റവും കൂടുതൽ പോയത്. ഇതിനകത്തൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഹനാനാണ്. പെപ്പയുടെ പേരില്ല, ഈ യുവതിയുടെ പേരില്ല, പിന്നെ മറ്റേ അവന്റെ വലിക്കേസ് വന്നതുകൊണ്ട് എൻ്റെ കാസറ്റ് പിന്നെ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഈ സാധനം പൊങ്ങിയ സമയത്ത് എൻ്റെ കാസറ്റിന്റെ പേര് പോലും ഇല്ല, ഹനാന്റെ പേരാണ് മുന്നേ നിൽക്കുന്നത്. അപ്പം ഹനാൻ പറയുന്നതിൽ വെച്ചിട്ട് ഒന്നും നമുക്ക് മനസ്സിലായത് ഒരു പ്രോപ്പർ പ്ലാൻ പണി ചെയ്തേക്കുന്ന ഒരു ഐറ്റംസ്. എൻ്റെ കാസറ്റും ഈ യുവതിയും ഒരു ടീമാണ്. ഇവർ 2 പേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയേക്കുന്ന ഒരു പരിപാടിയാണിത്. ഈ യുവതി എന്ന് പറയുന്നവള് പുണ്യാളത്തിയൊന്നുമല്ല. ഇവിടെ ഫോട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് ആരുടെയെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പൊ കുറെ എക്സ്പോസിങ് അണ്ണന്മാരുണ്ടല്ലോ, അണ്ണന്മാരുടെ അടുത്താണ് പറയുന്നത് യുവതിയുടെ പേരും ഫോട്ടോ അടക്കം പുറത്തു വിട്. ഇവള് ലോക ഫ്രോഡാണ്. ലോക ഫ്രോഡ് എന്ന് പറയുന്ന പോലെ ഒന്നാന്തരം 916 വെടി, ഇങ്ങനെ തന്നെ പറയണം, നല്ല ഒന്നാന്തരം വെടി. തൃശ്ശൂർ പൂരത്തിന് പോലും ഇവിടെ പോലെ ഒരു വെടി കാണുമെന്ന് സംശയമാണ്. നല്ല അസല് വെടി കിടന്നു കൊടുത്ത് ലവനെ മൂഞ്ചിച്ചിട്ട് ലവന്റെ കടി മുതലെടുത്ത് ഇവള് കിടന്നു കൊടുത്തിട്ട് അവന്റെ ഇത് പൈസ അടിക്കുന്ന പരിപാടി. ഇതാണ് ഇവിടെ നടന്നത്. പല അവന്മാരുടെയും ഇതുപോലെ വലിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അത് ആദ്യത്തേതാണെന്ന് തോന്നുന്നില്ല. ഈ ഒരു പ്ലാൻ കണ്ടിട്ട് ഇതൊരു ആദ്യത്തെ പരിപാടിയാണെന്ന് തോന്നുന്നില്ല. ഹക്കീമിന്റെ ആദ്യത്തെ പരിപാടിയല്ല. ഹക്കീം ഇതിനു മുമ്പ് പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വേണ്ടി സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരുത്തനാണ്. അതിന് പുറത്തോട്ട് ഒന്നൊന്നായിട്ട് വരും. അത് വെയിറ്റ് ചെയ്യും, നിങ്ങൾ വെയിറ്റ് ചെയ്യും, വരും. ഈ ഹക്കീം ഇപ്പൊ എക്സ്പോസ് ആയതുപോലെ എവളും എക്സ്പോസ് ആവണം. ഈ പരനാറി ആരാണെന്ന് നാട്ടുകാർ അറിയണം. ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോക്കകത്തും ഈ കാര്യം ഞാൻ പറയുന്നുണ്ട്. ഇവള് ഫ്രോഡാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇവളിനകത്ത് വിക്ടിം കളിക്കുകയാണ്. ഈ പെപ്പെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഇവളെ കൊണ്ട് ഉപയോഗിച്ചു എന്നുള്ള രീതിയിലാണ് ഇവളകത്ത് നിൽക്കുന്നത്. കല്യാണം കഴിച്ച പെപ്പെ എങ്ങനെയാടെ വിവാഹ വാഗ്ദാനം കൊടുത്ത് ഇവളെ ഉണ്ടാക്കുന്നത്? അറിഞ്ഞുകൊണ്ട് കടന്നു കൊടുത്തില്ലടാ അവള്. എന്നിട്ട് മറ്റേ പരിപാടി പറയില്ലേ, കല്യാണം കഴിച്ച പെപ്പെ 2021 കല്യാണം കഴിച്ച പെപ്പെ എങ്ങനെയാടെ ഇവക്ക് വിവാഹ വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നത്? ഇതൊക്കെ ഇവളുമാരുടെ കളിയാണ്. അപ്പം ഹനാൻ പറയുന്ന വീഡിയോ ഞാൻ വെക്കാം. ഇവര് പലതവണ, ഈ പെണ്ണ് പലതവണ ഈ കാട്ടാളൻ എന്ന് പറയുന്ന മൂവിയുടെ സെറ്റിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കളമശ്ശേരി എന്നാണ് ഈ യുവതിനെ, ഈ അഭിനേതാവ്, നമ്മുടെ സിനിമയിലെ മുഖ്യ അഭിനേതാവ്, എനിക്ക് അതായത് സെറ്റിൽ ഈ യുവതി കാണാൻ വന്നിട്ടുണ്ട്. വളരെ നല്ല സുഹൃത്തുക്കളാണ്, ഒരു ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ സുഹൃത്താണ്. അങ്ങനെ എനിക്ക് കയ്യൊക്കെ തന്നതിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ആൾ സെറ്റിലെ വേറെ ആക്ടേഴ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം മുഖ്യ അഭിനേതാവിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിലാണ് ആദ്യമായിട്ട് ഈ യുവതിനെ സെറ്റിൽ ഞാൻ കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പം ഇവർ മാത്രമല്ല സുഹൃത്തുക്കളായിട്ട് ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ സുഹൃത്തുക്കളോട് വരലുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും വന്നു. ഇപ്പോൾ കെൻസ് ചെക്കന്മാർ, നമ്മളെ ചെക്കന്മാരെല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് അതവിടെ വന്നു. ഇത് നല്ല ഒന്നാന്തരം പ്ലാൻ ആണെന്ന് പറയാനുള്ള റീസൺ ഒന്ന്, ഈ പെണ്ണ് സിനിമ സെറ്റിൽ വന്നു, എല്ലാവരോട്ടും പരിചയപ്പെട്ടു. അന്നേരം അങ്ങനെ ഒരു തെളിവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല, ഇവളും പെപ്പയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് നിഷേധിക്കാൻ പറ്റത്തില്ല. ഇവന്റെ ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ എല്ലാവരെയും വന്ന് പരിചയപ്പെട്ടു. ഇത് പക്ക പ്ലാനിങ് ആണ്. അങ്ങനെ ഈ ഒരു കെണി സിനിമ ഇതിനകത്തോട്ട്, ഈ കെണിയിലോട്ട് പിടിച്ചിടുകയാണ്. പെപ്പെ മാത്രമല്ല ഇതിനകത്ത് പിടിച്ചിട്ടുള്ളത്, സിനിമയും കൂടെ പിടിച്ചിട്ടു. എന്നിട്ട് ഈ സിനിമ റിലീസ് ആവുന്ന സമയത്താണ് ഈ പ്ലാനുമായിട്ട് ഇവർ വരുന്നത്. ആ സമയത്ത് എന്താണെങ്കിലും ഈ ഇങ്ങനൊരു ബ്ലാക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയെ നല്ല രീതിയിൽ ബാധിക്കും. ഈ OTT കച്ചവടത്തിനെ അത് ബാധിക്കും, നല്ല രീതിയിൽ ബാധിക്കും. ആ സമയത്ത് ഡീല് വെക്കുകയാണ്, ഉറപ്പിക്കുകയാണ്. അപ്പോഴാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ പരിപാടി, ഈ പ്ലാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഈ അഭിനേതാവിൻ്റെ കോള് വന്നു. അതായത് എടാ ആകെ ഇതിൽ ഫോളോ ചെയ്യുന്നത് കാണുന്നത് തന്നെയാണ്, ഈ ഒന്ന് സംസാരിച്ച് അത് റിമൂവ് ചെയ്യാൻ പറയണം. അതാണ് ആദ്യത്തെ റിക്വസ്റ്റ്. അതായത് ഈ അഭിനേതാവിനോട് പറയണം, ഈ അതൊന്ന് റിമൂവ് ചെയ്യാൻ പറയണം. അപ്പോൾ എൻ്റെ അവസ്ഥകൾ ചിന്തിച്ച് നോക്കണം. എൻ്റെ നിസ്സഹായാവസ്ഥ ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടാവും എനിക്കിതിൽ ആലോചിക്കാലോ ചിന്തിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്, ഞാൻ ഈ സിനിമയിൽ ബിഗിനറാണ്.
അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലെയാണ് ഞാൻ ഈ സിനിമയിലുള്ളത്, ഏറ്റവും ചെറിയ തട്ടിലുള്ള ആളാണ്. അപ്പോൾ ഈ സിനിമയത്തെ പ്രൊഡക്ഷൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ ഇതിലത്തെ മുഖ്യധാര നടന്മാരും ഇതിലത്തെ മാനേജർമാരും സിനിമേൻ്റെ PR കാര്യങ്ങൾ നോക്കുന്ന ഏജൻസികളും സംഭവങ്ങളൊക്കെ വന്നിട്ട് നമ്മളോട് ഇതിങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തലയിൽ സകല പ്രഷറും വരികയാണ്. അപ്പോൾ ഇതിൽ വരാനുള്ള കാരണം വേറെ ആൾ നിൽക്കാനില്ലാത്ത കാരണം കൂടി ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ എന്നോട് ഈ ഹനാൻ ഇതിനകത്ത് ഭയങ്കര മുടന്ത ന്യായങ്ങൾ പറയുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോക്കകത്ത്. സീരിയസ്ലി ഡ്യൂട്ട്, നീ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, നിന്റെ ഫേസിന് ഒരു വാല്യൂ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതിനകത്ത് മെയിനായിട്ട് ലീഡായിട്ട് നിൽക്കുന്ന പെപ്പേക്കാളും വാല്യൂ നിനക്കുണ്ട്. ഈ വീഡിയോയിൽ ഹനാൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഷെരീഫ് മുഹമ്മദ് ഇക്ക നിർബന്ധിച്ചിട്ടാണ് ഈ സിനിമയിലോട്ട് ഞാൻ വന്നതെന്ന്. എടാ ഹനാനെ, നിന്നെ പെടുത്തിയതാടാ, മനസ്സിലാക്ക്. നീ ഉണ്ടെങ്കിൽ ഈ സിനിമയുടെ ഓൺലൈൻ പ്രൊമോഷൻ ഫ്രീ ആയിട്ട് അങ്ങനെ നടത്താൻ പറ്റും. എന്നിട്ട് ഒരു തൊലിയാർ മണിയൻ ക്യാരക്ടറിന് തന്നിട്ട് നിന്നെ ഒതുക്കി നീ ഉണ്ടെന്നും പറഞ്ഞ് അവർ എന്തോരം പ്രൊമോഷനാണ് ചെയ്തത്. ഇപ്പൊ ഈ സിനിമയുടെ പേരിൽ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ നടന്നില്ലേ നിന്റെ പേര് വെച്ചിട്ട്? ഇപ്പൊ എല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണ്. ഓൺലൈനിൽ അത്യാവശ്യം ഫെയിമായിട്ട് നിൽക്കുന്ന ഒരുത്തിനെ പിടിച്ച് സിനിമയിൽ അങ്ങ് എന്തെങ്കിലും ഒരു റോൾ കൊടുക്കും, എന്നിട്ട് അവന്റെ പേര് വെച്ചിട്ട് അങ്ങ് പ്രൊമോഷൻ നടത്തും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് വാഴ സിനിമ. അങ്ങനെ ഉണ്ടായതാണ്. വാഴ 1 ഉണ്ടായ സമയത്ത് ഹാഷിറിന് കിട്ടിയ കയ്യടി, അതാണ് ആ ഒരു കയ്യടി കാരണമാണ് വാഴ 2 ഉണ്ടായത്. ആ ഒരു ജനപിന്തുണ കാരണമാണ് വാഴ 2 ഉണ്ടായത്. ഇവിടെ നിന്റെ ജനപിന്തുണ കണ്ടിട്ടാണ് നിന്നെ സിനിമയിലോട്ട് ക്ഷണിക്കുന്നത്. ഫ്രീ പ്രൊമോഷൻ. ആ സിനിമയ്ക്ക് നിന്നേക്കാളും വലിയൊരു പ്രൊമോഷൻ എനിക്ക് കിട്ടാനില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമക്കാരും ആന്റണി പെപ്പയും മൊത്തത്തില് ഹനാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഉപയോഗിച്ചു, ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞു. അവസാനം ചീത്തപ്പേര് വന്നു നിനക്ക്. ഇത് എനിക്കറിയില്ല ഇതിനകത്ത് ഹനാൻ പൊട്ടനെ പോലെ നിന്നേതോ അതോ നല്ല രീതിയിൽ കളി കളിച്ചിട്ടുണ്ടോ സ്റ്റിൽ അറിയില്ല. പക്ഷെ ഹനാന്റെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ പൊട്ടനായിരുന്നു, എനിക്ക് കേൾവി ശക്തിയും ബുദ്ധിശക്തിയും ഒന്നുമില്ല, ഞാൻ വെറും ഒരു പൊട്ടനായിരുന്നു എന്നാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. ഹനാൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് പറ്റിയ മണ്ടത്തരമാണെന്ന്. ഇങ്ങനൊക്കെ മണ്ടത്തരം പറ്റുമോ? അല്ലാത്ത കാരണം കൂടി ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ എന്നോട് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ അതുപോലെ തന്നെ എൻ്റെ കാസറ്റിന് മെസ്സേജ് അയച്ചു, ബ്രോ ഇതൊന്ന് റിമൂവ് ചെയ്യോ, ഇത് ഓരോ പ്രൈവറ്റ് സംഭവങ്ങൾ, ഇതൊന്ന് റിമൂവ് ചെയ്യോ. അപ്പോൾ പറഞ്ഞു ഇത് മാത്രമൊന്നുമല്ല. എൻ്റെ കാസറ്റ് പറഞ്ഞു ഇത് മാത്രമാണെന്ന് വിചാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി, ഇതിലധികമുള്ള സാധനങ്ങൾ ഇനിയും വരാൻ പോവുകയാണ്, നിങ്ങളെ ലൊക്കേഷനിൽ നടന്ന സംഭവങ്ങളടക്കം വരാൻ പോവുകയാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നീടുള്ള സ്റ്റോറിയിൽ വരുന്നത്, എൻ്റെ കാസറ്റിൻ്റെ സ്റ്റോറിയിൽ വരുന്നത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ലൊക്കേഷനിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് കാട്ടാളൻ്റെ സെറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം വന്നു. അപ്പം ഹനാൻ പറയുന്നത് ഇതിനകത്ത് ആന്റണി പെപ്പയോ അവന്റെ മാനേജറോ ക്യൂബിന്റെ ആൾക്കാരെന്ന് വെച്ചാൽ, ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി മുഹമ്മദ് ഷെരീഫിന്റെ, അവരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഹക്കീം എന്ന് വെച്ചാൽ എന്റെ കാസറ്റിൽ ഹക്കീം റിപ്ലൈ കൊടുക്കുന്നില്ല, ഹനാന് മാത്രമാണ് റിപ്ലൈ കൊടുക്കുന്നത്. എടാ പൈസ തട്ടാൻ വേണ്ടിയിട്ട് ഒരുത്തം വന്നു കഴിഞ്ഞാൽ അവൻ റിപ്ലൈ കൊടുക്കാതിരിക്കുമോ? അതോ ഹനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ എന്റെ കാസറ്റ് എന്തോ ചെയ്തേനെ? അവൻ ആരെ വെച്ചിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേനെ? എന്റെ കാസറ്റ് എന്ന് പറഞ്ഞാൽ തികഞ്ഞ കള്ളനാണ് ഇവൻ. ഇത് ആദ്യത്തെ പണിയല്ല, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുത്തനാണ്. ഈ രീതിയിലുള്ള ഉടായ്പതനം കാണിച്ച് ശീലമുള്ള ഒരുത്തനാണ്. ഇവന്റെ ആദ്യത്തെ പ്ലാൻ തന്നെ ഈ സിനിമ ഇതിനകത്തോട്ട് പിടിച്ചിടാന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് നടക്കുകയും ചെയ്തു. ലവള ഈ സിനിമയുടെ സെറ്റിൽ കൊണ്ടുവന്നു, അവിടുത്തെ ഫോട്ടോസ് എല്ലാം എടുത്തു, അവിടെയുള്ള ആൾക്കാരോട് പരിചയപ്പെട്ടു, എന്നിട്ട് സിനിമയായിട്ട് അങ്ങ് ഇൻവോൾവ് ആക്കി. മേ ബി എന്റെ കാസറ്റ് ഇവളൂടെ ചെയ്ത പ്ലാൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവള് മാത്രം ചെയ്ത പ്ലാൻ എന്റെ കാസറ്റിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്തതായിരിക്കണം. ഏറ്റവും അവസാനം എന്താണെങ്കിലും എന്റെ കാസറ്റ് അവളെ മൂഞ്ചിച്ചിട്ട് പോയിട്ടുണ്ട്. അതാണ് അവളിപ്പോ എന്റെ കാസറ്റിനെതിരെ തിരിയാനുള്ള റീസൺ. ഈ എന്റെ കാസറ്റിനെ എക്സ്പോസ് ചെയ്ത അനന്ത് സുൽജിത്ത് ആണ് കുറച്ച് മുമ്പ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. സെറ്റിൽമെന്റ് അക്യൂസിഷൻ എന്ന് പറഞ്ഞിട്ട്, 1 നല്ലറ, 2 മൈജി, സുനിലോജി, ആന്റണി പെപ്പെ, പിന്നെ സൂപ്പർമാൻ ശ്രീ നോട്ട് ഗീവൺ, പൈസ കൊടുത്ത് കാണത്തില്ല. ബാക്കി 4 എണ്ണം പൈസ കൊടുത്തിട്ടുണ്ട്. സുനിലോജിക്കും മൈജിക്കും നല്ലറയ്ക്കും എല്ലാവർക്കും പൈസ കൊടുത്തിട്ടുണ്ട്. ഒരാൾ മിസ്സിംഗ് ആണല്ലോ ഇതിനകത്ത്. 1-2 ആൾക്കാർ മിസ്സിംഗ് അതിനകത്ത്. അപ്പൊ ഇതെല്ലാം തെളിവുണ്ടെങ്കിൽ പുറത്തു വരും, അല്ലെങ്കിൽ കഥയെങ്കിലും പുറത്തു വരും. വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് പറ്റിച്ചേക്കാണ്. അതായത് ഈ നടന് വിവാഹ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ചേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെന്തായാലും ഒരു പ്രായശ്ചിത്തം വേണം. ഈ പറ്റിക്കപ്പെട്ടതിനൊരു പ്രായശ്ചിത്തം വേണം. കാരണം ഒരുപാട് പോലെ ജീവിതം ആഗ്രഹിച്ചു ഇയാളുടെ കൂടെ അങ്ങോട്ട്. എനിക്ക് മനസ്സിലാവണില്ല, ഈ യുവതി ഓൾറെഡി വിവാഹിതനായിട്ട് ഭാര്യൻ്റെ കൂടെയും കുടുംബത്തിൻ്റെ കൂടെയും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടൻ്റെ അടുത്ത് നിന്ന് എന്ത് വിവാഹ വാഗ്ദാനമാണ് ഇവർക്ക് കിട്ടിയത്, അതിൻ്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ യുവതി അത് വിശ്വസിക്കണത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവിടെ തന്നെ തെളിഞ്ഞില്ലേ ഇത് കള്ളക്കേസാണ്, എവള് ഫ്രോഡാണ്, പെപ്പെ പണി കിട്ടി, അത് തന്നെ കാര്യം, അത് അവള് മുതലെടുത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഈ യുവതി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു വെച്ചാൽ, ഈ വിവാഹ വാഗ്ദാനം നൽകിയ ഡാറ്റ, വിവാഹ വാഗ്ദാനം കൊടുത്ത ഡാറ്റ, കാരണം അതൊക്കെ എല്ലാത്തിനും ഒരു ഡാറ്റ ഉണ്ടാവുമല്ലോ, പറഞ്ഞ കോൾസ് ഉണ്ടാവും. ഇപ്പോൾ ഇനിയിപ്പോൾ ഓൾക്ക് കോൾസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ സൈബർ സെൽ ഇത് എടുത്തു തരും. അപ്പം ഈ ഡാറ്റ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്തിട്ട് ഈ യുവതി എന്ത് ചെയ്യേണ്ടിയിരുന്നു, നേരെ പോലീസിൽ പോയിട്ട് എന്നെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഇന്നൊരു നടന് ഇന്നങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട്, എന്നെ നിയമപരമായിട്ട് സഹായിക്കണം, ഈ കേസിൽ സാറോട് തീർപ്പാക്കണം, അല്ലെങ്കിൽ പോലീസുകാരോട് റിക്വസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിയമപരമായിട്ട് നേരിടാണ് വേണ്ടിയിരുന്നത്.
ഇവള് കേസ് കൊടുക്കത്തില്ല. ഇവള് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പൈസ അടിക്കാൻ പറ്റണേ? കേസ് കൊടുക്കില്ല. ഇത് ശരിക്കുമുള്ള ഒരു ജെനുവിനായിട്ടുള്ള ഒരു കേസായിരുന്നെങ്കിൽ ഇവൾ ആദ്യം പോലീസുമായിട്ട് പോയി ബന്ധപ്പെട്ടേനെ. ഇവൻ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ഇത് പെപ്പ ഇവള് ട്രാപ്പാക്കിയതാ, പെപ്പ ഇതിനകത്ത് വീണതാ. ഇത് കേസാക്കും എന്നുള്ള പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. അതിലുപരി ഈ യുവതി ചെയ്ത കാര്യം എന്താ വെച്ചാൽ, ആദ്യം പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റുകൾ, കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ചാറ്റ് പോകുമ്പോൾ ആദ്യത്തെ ഒന്ന് പോയി, രണ്ടാമത്തെ ഒന്ന് പോയി, മൂന്നാമത്തതും പോയി, നാലാമത്തെ വന്നിട്ട് എങ്ങോട്ടായി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളും നിങ്ങളുടെ കാമുകൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള പ്രൈവറ്റ് ചാറ്റ് ലക്ഷങ്ങൾ വ്യൂവർഷിപ്പ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിലെ സ്റ്റോറി ആയിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. അതിന്റെ അർത്ഥം എന്താ? അവിടെ സ്നേഹവും മണ്ണാങ്കട്ടയൊന്നും അല്ല, പ്യൂർ ബ്ലാക്ക്മെയിലിംഗ് ആണ്. സിനിമയിലെ, അതായത് ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ സിനിമയിലെ തന്നെ ആക്ടർ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുള്ള ഓരോരോ രംഗങ്ങളുണ്ട്. അതായത് വെറുതെ ഇങ്ങനെ സ്നാപ്പ് പോലെ അങ്ങനത്തെ സംഭവം പോലെ ഇട്ടതാണ്. പക്ഷേ ഇതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് പുള്ളി വെച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങൾ, അതായത് സിനിമയിലെ മെയിനായിട്ട് വരുന്ന ക്ലൈമാക്സിൽ ഒരാൾ മരിച്ചു കിടക്കുന്ന സിനിമ ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്നാലും ഇറങ്ങാത്തൊരു സിനിമത്തെ ദൃശ്യങ്ങൾ ലീക്ക് ആവുന്നത് ആ പ്രൊഡ്യൂസറിന് എത്രത്തോളം സങ്കടമുള്ള ഒരു കാര്യം. കാരണം അയാൾ ഓൾറെഡി 25 ഈ പെപ്പ എന്ന് പറയുന്നവൻ എന്തുവാടാ? ഇവനൊരു പ്രൊഫഷണൽ നടനാണ്. സിനിമയ്ക്കകത്ത സാമാനം ക്ലൈമാക്സ് അടക്കെടുത്ത് എന്തോ തടേ ഇത്. പൊട്ടൻ എന്ന് പറഞ്ഞ ലോക പൊട്ടൻ. 35 കോടി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പം ഒരു തെറ്റും ചെയ്യാതെ ഈ ഇറങ്ങാൻ പോണ ഒരു സിനിമയിലത്തെ വിഷ്വൽസ് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ക്യൂബ്സ് ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നത്. ഇന്നാവണത് ആ ഒരു സമയത്താണ്. കാരണം മെയിൻ ക്ലൈമാക്സത്തെ ഒരു വിഷ്വൽ വന്നു, ഞങ്ങളൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്, വന്നു, മോർച്ചറിയത്തെ വിഷ്വൽ വന്നു, ഓരോന്ന് ഇവർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇവർ ഇൻറ്റൻഷൻ നമുക്ക് മനസ്സിലാവണില്ല. അതിൽ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞപ്പം ഇവർ പറഞ്ഞു, ഈ എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തി പറഞ്ഞു, എന്താ പോലെ യൂസ് ചെയ്ത ടേം എന്ന് എനിക്കറിയില്ല, ഈ യുവതി ആവശ്യപ്പെടുന്നത് ഇതിന് ഇത്ര എമൗണ്ട്, അതായത് 25 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞത് വലിയ എമൗണ്ട് ആയിരുന്നു, ആ എമൗണ്ട് കൊടുക്കാൻ റെഡി അല്ലാത്തതുകൊണ്ട് പിന്നെ കുറപ്പിക്കാൻ പറ്റുമെന്നൊക്കെ എന്നോട് ചോദിച്ചത് ഈ നടൻ്റെ മാനേജർമാരാണ് കേട്ടോ. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അതായത് ആദ്യം പറഞ്ഞ വലിയ തുക ഇവർ കൊടുക്കാൻ എന്തായാലും റെഡിയല്ല. ഇങ്ങനെ എമൗണ്ട് കിട്ടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യുക, കേസ് പിൻവലിക്കുക, ഈ സിനിമയിലെ ദൃശ്യങ്ങൾ ഞങ്ങൾ റിമൂവ് ചെയ്യുക, ഞങ്ങൾ ഈ പ്രൈവറ്റ് ചാറ്റുകൾ റിമൂവ് ചെയ്യുക, ഈ കാര്യങ്ങൾ മൊത്തം ഈ പൈസ തന്നാൽ ഞങ്ങൾ സെറ്റിൽ ആവുക എന്നുള്ളത് എൻ്റെ കാസറ്റും ഈ യുവതിയും പറയണം. അതായത് എന്നോട് യുവതിയല്ല വന്ന് പറയണത്, യുവതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. കാരണം യുവതി ഈ കംപ്ലയിൻസും കാര്യങ്ങളായിട്ട് പോയിട്ടുള്ളത്, സ്ക്രീൻഷോട്ട് ഫുൾ അയച്ചു കൊടുത്തുള്ളത് എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിക്കാണ്. അപ്പോൾ യുവതിൻ്റെ സൈഡ് ഫുൾ എന്നോട് വന്ന് സംസാരിക്കുന്നത് എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിയാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വളരെ ക്ലിയർ ആണ്. എൻ്റെ കാസറ്റും എവളും തമ്മിലുള്ള പ്ലാനിങ് ആണ്. ആ പ്ലാനിങ്ങിനകത്ത് ഈ മണ്ടന്മാർ വീണു എന്നുള്ളതാണ്. പെപ്പയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മണ്ടത്തരം കാണിച്ചിരിക്കുന്നത്. ഒന്ന്, ഇവളെപ്പോലുള്ള ഒരുത്തിയെ വിശ്വസിച്ച് പരിപാടിക്ക് പോയി. 2, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോയി അറിയിച്ചു കൊടുത്തു. 3, ഇവളെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരെ വിളിച്ചു വരുത്തി ആളുകളുമായിട്ട് പരിചയം പുതുക്കി. അനുഭവിക്ക്, അതേ പറയാനുള്ളൂ, അനുഭവിക്ക്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എന്തിന് ഇന്ന ഇടനിലക്കാരനാക്കി, വേറെ ആരെയും ചൂസ് ചെയ്യാതെ ഇന്നതിൽ ഇടനിലക്കാരനാക്കിയാലൊരു കാര്യം ഉണ്ടാവുമല്ലോ. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഈ സ്ത്രീയും കാര്യങ്ങളും ഉന്നയിക്കുമ്പോൾ ഇവരും ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് ഇവർക്കറിയാം. അതായത് ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു ട്രാപ്പിൽ കുടുക്കിയിട്ട് അതിനുള്ള പൈസ ഇവർ വാങ്ങുകയാണ്. അങ്ങനെ വാങ്ങുമ്പോൾ ഈ ഇടനിലക്കാരനായിട്ട് ഒരിക്കലും പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഒരാളെ പിടിച്ച് നിർത്താൻ പറ്റില്ല. ഇയാളും നാളെ തന്നെ പ്രൊഡക്ഷൻ ഹൗസ് ഈ സിനിമയെ ബാധിക്കുന്ന കാര്യമുണ്ട്, ഇവർ ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഈ അഭിനേതാവിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾക്കും എന്ത് ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല, ഇതിൽ മീഡിയേറ്ററായിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ഇവരും എന്ത് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ലൊക്കേഷനിലല്ല എന്നുള്ള കാര്യം ഇവർ വ്യക്തമായിട്ട് സംസാരിച്ച് ഇന്നേറ്റ് ഉറപ്പ് വരുത്തിയ കാര്യം. ഞാൻ ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിൽ ഇവർക്കും അറിയാം. ഞാൻ ഇപ്പം ആലോചിച്ച് കൊണ്ട് അന്ന് ഞാൻ ലൊക്കേഷനിലായാൽ മതിനു. കാരണം എനിക്കൊന്നും അതിൻ്റെ ഇടയിൽ നിൽക്കണ്ടില്ലേനു. ഞാനന്ന് ദൈവം സഹായിച്ചു. സത്യം പറയാമല്ലോ, ഹനാൻ ഈ പറഞ്ഞ ആ ഒരു എന്തുകൊണ്ട് ഹനാൻ ഇതിനകത്ത് പെട്ടു എന്ന് പറഞ്ഞ ആ ഒരു മറുപടി അത്ര അങ്ങോട്ട് കൺവിൻസിങ് അല്ല. പൈസ തട്ടാൻ ഒരുത്തും തീരുമാനിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഹനാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ തട്ടും. എൻ്റെ കാസറ്റ് ഹനാന് മാത്രമേ റിപ്ലൈ തരുന്നുള്ളൂ. എങ്കിൽ നീ അതങ്ങ് കട്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ. ഹനാൻ എന്തിനാണ് ഇതിനകത്ത് ഇടപെടാൻ നിന്നത്? ഹനാൻ ഇതിനകത്ത് നിന്ന് സ്കിപ്പായി പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുമായിട്ട് ഹനാന് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. കാരണം ഒന്ന്, ഹനാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരു തരത്തിലുള്ള റെമ്യൂണറേഷനും ഈ സിനിമയുടെ പേരിൽ പുള്ളി കൈപ്പറ്റിയിട്ടില്ല. 2, 30 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇത്രയും ദിവസവും പണം കൈപ്പറ്റാതാണ്. അതുപോരാഞ്ഞിട്ട് പുള്ളിക്ക് വന്ന സ്റ്റേജ് ഷോ വരെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി പ്രവർത്തിച്ചത്. 3, ഇതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഷെരീഫ് മുഹമ്മദിന്റെ നിർബന്ധ പ്രകാരമാണ് പുള്ളിനകത്ത് ആക്ട് ചെയ്തേക്കുന്നത്. ഏറ്റവും വലുത്, ഈ സിനിമയ്ക്ക് ഹനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആവശ്യമായിരുന്നു പ്രൊമോഷന് വേണ്ടിയിട്ട്, ഹനാന്റെ ഫേസ് വാല്യൂ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഹനാന് സിനിമയല്ല, ഹനാനെ സിനിമയ്ക്കായിരുന്നു ആവശ്യം. അതുകൊണ്ട് ഈ ഒരു സാധനത്തിൽ നിന്ന് സ്കിപ്പായി പോകാനുള്ള എല്ലാ റൈറ്റ്സും
അവിടെ സെന്റിമെന്റ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം നോക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല. ഈ വിഴുപ്പ് ചുമക്കേണ്ട ആവശ്യകത ഹനാൻ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ പോട്ടെ, ഹനാന് എന്റെ കാസറ്റിന്റെ അടുത്ത് സംസാരിച്ചു, ഇവർ തമ്മിൽ ഒരു സെറ്റിൽമെന്റ് ആക്കി എന്ന് തന്നെ ഇരിക്കട്ടെ. ഇത് മാത്രമാണ് ഇവൻ ചെയ്തത്. ഇത് മാത്രമല്ല, സംസാരിക്കുക മാത്രമല്ല, പൈസ അയക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് വരെ ഹനാനാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഹനാന്റെ കെയർ ഓഫിൽ ഹനാന്റെ ഫ്രണ്ട്സിനെ ഉപയോഗിച്ചിട്ടാണ് ഈ പൈസ ലവന്റെ അണ്ണാക്കി കൊണ്ട് തിരികെ കൊടുക്കുന്നത്. നേതാവാണ്, അഭിനേതാവിൻ്റെ മാനേജർമാരാണ്, പ്രൊഡക്ഷൻ ഹൗസാണ്, ഇവർക്ക് അക്കൗണ്ട് തപ്പിയാണെങ്കിൽ കിട്ടും. പക്ഷെങ്കിൽ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് അക്കൗണ്ട് കിട്ടണില്ല, ഞങ്ങൾക്ക് അക്കൗണ്ട് എങ്ങനെ തപ്പിയിട്ടും കിട്ടില്ല, ഈ ഒരു അക്കൗണ്ട് തപ്പിയിട്ട് എങ്ങനെയെങ്കിലും പിടിച്ചോണ്ട. അങ്ങനെ ഞാൻ ഈ ഉദ്ഘാടനത്തിലെ സവാദിനോട് കാര്യം പറഞ്ഞു. സവാദ് ഇങ്ങനെയും കാര്യമുണ്ട്, ഒരു പൈസ ഇങ്ങനെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരും, അപ്പം ഇങ്ങനെ ചെയ്യാൻ. സവാദ് ആദ്യം പേടിച്ചു. സവാദ് ആദ്യം പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം ഇത് എന്തിൻ്റെ പൈസ, എങ്ങനെയാണ് നാളെ ഇതിൻ്റെ ചോദ്യം വരലും കാര്യങ്ങളൊന്നും എനിക്ക് ഡീൽ ചെയ്യാൻ കഴിയില്ല. അപ്പം സവാദ് കുറേ പിന്മാറാൻ ശ്രമിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സവാദ് ഇല്ല, ഞാൻ ഇവരോടും ചോദിക്കുന്നുണ്ട്, ഈ അഭിനേതാവിൻ്റെ മാനേജർമാരോടും ഇവരോടൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്, ഇത് പിന്നീടൊരു പ്രശ്നമാവോ? ഇല്ല, അത് ഇന്നത്തോടെ ഒത്തുതീർപ്പാവില്ലേ, പിന്നീട് ഒരു പ്രശ്നമില്ല, കാര്യങ്ങളില്ല, അത് വേഗം കൊടുത്തിട്ട് അത് ഒഴിവാക്കി വിടാം, ഓലോടെ എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറയും. ഇതാണ് ഇവരുടെ സൈഡിൽ നിന്ന് പറയുന്നത്. ഇത് ഇവർ പറഞ്ഞെന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് എൻ്റെ ഫോൺ ഞാൻ എവിടെയും കൊടുക്കാൻ ഞാൻ റെഡിയാണ്. അപ്പം ഇങ്ങനെ സവാദിൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് തോന്നുന്നത് ഏരിയായിട്ട് രണ്ടാൾ അക്കൗണ്ടിലേക്ക് വരികയാണ്. അപ്പം സവാദ് അക്കൗണ്ട് കൊടുത്തു എന്നല്ലാതെ എത്ര എമൗണ്ട് ഏകദേശം വരുന്നുണ്ട് എന്നുള്ള ബോധ്യം പോലും സവാദിനില്ലേനു. പൈസ വന്നു കഴിഞ്ഞപ്പോഴാണ് സവാദിന് എത്ര പൈസ ഞാൻ എവിടെ കൊണ്ടുപോയി കൊടുക്കാൻ. അപ്പം ഞാൻ പറയും ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി വിളിക്കും, മൂപ്പരെ വിളിച്ചിട്ട് ഹക്കീം വിളിച്ചിട്ട് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കും, അത് അതുപോലെ ഡീൽ ചെയ്ത് കൊടുത്താൽ മതിയാണ്. അപ്പം ഇന്നോട് ഇവർ ഈ എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിയും ഹക്കീം എന്നോട് പറഞ്ഞതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഇത് ഇടപെട്ടിട്ട് ഇജന്നെ എടപ്പാൾക്ക് വന്നിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇജന്നെ ഈ പൈസ ബാങ്കിൽ നിന്ന്, കാരണം അത്രത്തോളം ഞാനിതിൽ ഇടപെട്ടാൽ ഈ പൈസ പോയ ഡീറ്റെയിൽ പോലും എനിക്ക് കിട്ടൂല, കാരണം ഞാൻ എവിടെയും പറയില്ലല്ലോ. പക്ഷേ സവാദ് ചിലപ്പോൾ നാളെ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഈ സുമേഷ് ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇയാൾ ചിലപ്പോൾ നാളെ പറഞ്ഞേക്കാം. ഇതൊന്നും ഇതിലില്ലാത്ത ആൾക്കാരാണ്. ഇന്നെ വെച്ച് പറഞ്ഞാൽ എനിക്ക് നാളെ ഞാനിങ്ങനെ 2 അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തു, ഇതൊന്നും എനിക്ക് പൊന്തിച്ച് പറയേണ്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നതിൽ പിടിച്ചിട്ടതും. അങ്ങനെ സവാദിൻ്റെ അക്കൗണ്ടിലേക്ക് ഏറെ വന്നു, സുമേഷ് ഖാൻ്റെ അക്കൗണ്ടിലേക്ക് കയറി വന്നു. പിറ്റേ ദിവസം തന്നെ ഈ സുമേഷ് ഖാൻ്റെ അടുത്ത് മൂപ്പരെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ചെക്ക് ഇല്ലാത്തതുകൊണ്ട് മൂപ്പരൊരു സ്ഥാപനത്തിനുണ്ട്, ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് കിട്ടിയിട്ട് ആ ചെക്ക് വെച്ചിട്ടാണ് ഈ പൈസ സുമേഷ്ക്ക് എടുത്തിട്ട് പിറ്റേ ദിവസം ഏകദേശം 12 മണി 1 മണിയോടെ അതിൻ്റെ വ്യക്തമായ തെളിവുണ്ട് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ കാണിച്ചു കൊടുക്കടാ. അത് സവാദിൻ്റെ രൂപ ഏകദേശം ഈ വ്യക്തിക്ക് കൊടുത്തു ഒഴിവാക്കി എന്നുള്ളൊരു തെളിവ് ഫുൾ, അതായത് ഇങ്ങനെ ചാറ്റ് ആദ്യം 13 1 മണിൻ്റെ മുന്നേ കൊടുത്തു, ബാക്കിയുള്ള 2 ലക്ഷം രൂപ അതിന് ശേഷം എടുത്തു കൊടുത്തു എന്നുള്ള ഓക്കെ കൺഫേം പറയുന്ന ഒരു ചാറ്റ് ഉണ്ട്. അങ്ങനെയാണ് ഈ സംഭവം മൊത്തം നടക്കുന്നത്. അങ്ങനെ ഇത് അപ്പം കേട്ടല്ലോ, സുഹൃത്തുക്കളായിട്ടുള്ള സവാദിനെയും സുമേഷിനെയും ഹനാനാണ് ഒപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇടപാട് മാത്രമല്ല, പൈസ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായവും ഹനാൻ ചെയ്തു കൊടുത്തു. ആര് വഴി? ഹനാന്റെ ഫ്രണ്ടായിട്ടുള്ള സുമേഷും സവാദും വഴി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കലാപരിപാടി 100% വിജയകരമാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട വ്യക്തി ഹനാനാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ മൊത്തം ഹനാനുമായിട്ട്, പൈസ സെറ്റിൽമെന്റ് പോകുന്നത് ഹനാൻ വഴി. ഹനാന്റെ ഫ്രണ്ടാണ് എന്റെ കാസറ്റിന് ഈ പൈസ കൊണ്ട് കൊടുക്കുന്നത്. ബാക്കി എല്ലാവരും സൈലന്റാ. ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുന്ന ഹനാനാ. അതാ പറഞ്ഞ ഈ കലാപരിപാടി 100% വിജയത്തിലെത്തിച്ച വ്യക്തി ഹനാനാണ്. ഹനാൻ എന്ന് പറഞ്ഞ ആളില്ലെങ്കിൽ ഇത് ഫ്ലോപ്പായി പോയെന്നെ. ഷെരീഫിക്ക കാണുന്നുണ്ട്, ഒരു പ്രോത്സാഹന സമ്മാനങ്ങളും ചെറുക്കിന് കൊടുക്കണം കേട്ടോ. ഇത്രയും സഹായ മനോഭാവമുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കേരളത്തിൽ വേറെ കാണാനില്ല. എനിക്ക് പല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞേക്കാൻ ദഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ചോദിച്ചത്, അവൻ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിച്ച് നമ്മളെ പൊട്ടന്മാരാക്കുവാണോ എന്ന്. അപ്പൊ എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും ഹനാൻ ഇതിനകത്ത് പൈസ ഒന്നും മുക്കിയിട്ടില്ല. ഇത് പുള്ളിയുടെ ഗതികേട് കൊണ്ട് പുള്ളിക്ക് ഇത് ചെയ്യേണ്ടി വന്നു എന്നൊരു കാര്യമാണ് പുള്ളി ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, തൽക്കാലം നമുക്കത് വിശ്വസിക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ശിക്ഷിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ പെരുങ്കള്ളന്മാരായിട്ട് നിൽക്കുന്നത് എന്റെ കാസറ്റും മറ്റേ യുവതിയുമാണ്. പെരുങ്കള്ളന്മാർ ഇവരാണ്. അവരിലോട്ടാണ് ഫോക്കസ് പോകേണ്ടത്, അല്ലാതെ ഹനാനിലോട്ടല്ല ഫോക്കസ് പോകേണ്ടത്. ഈ യുവതി ഫ്രോഡാണ്. ഈ എന്റെ കാസറ്റിന് യുവതിയും ചേർന്ന് നടത്തിയ ഒരു പ്ലാനാണ് ഇതെന്ന് പറയാനുള്ള കുറെ കാരണങ്ങളുണ്ട്. എന്തായാലും ഈ സ്ത്രീ ഈ സംഭാഷണങ്ങൾ എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിക്ക് കൊടുത്തത് കൊണ്ടാണ് ഇത് പുറത്തു പോണത്. എന്തായാലും നടൻ കൊടുത്തിട്ടില്ല, ഈ അഭിനേതാവ് കൊടുത്തിട്ടില്ല. ഒന്ന്, ഇവളാണ് ഈ ചാറ്റ് മൊത്തം എൻ്റെ കാസറ്റിന് കൊടുത്തത്. ഇവക്ക് പരാതിയുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നല്ലോ. എന്തിന് എൻ്റെ കാസറ്റിന് അണ്ണാക്കിലോട്ട് തിരികെ ചെന്ന് കയറി? പൈസ കൊടുക്കാതിരിക്കും തോറും ഈ സ്ത്രീ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തിന് ഈ സ്ത്രീ ചെയ്യണം? പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഞാൻ മനസ്സിലാക്കണത് ഇപ്പം ഒരാവശ്യം എന്താണ്, അത് നേടിയെടുക്കണം. അതായത് പുതിയ സ്ക്രീൻഷോട്ട് കൊടുക്കുക. പൈസ കൊടുക്കണില്ല എന്ന് പറയുമ്പം അടുത്ത ചാറ്റ് വരും, പൈസ തരാൻ റെഡിയല്ല എന്ന് പറയുമ്പോൾ അടുത്ത ചാറ്റ് വരും. അപ്പം ഈ അഭിനേതാവ് നിർബന്ധിതനാക്കപ്പെടുകയാണ്. അതായത് സംഭവം കണ്ടല്ലോ, കേട്ടല്ലോ,
വ്യക്തമായ പ്ലാൻ. പൈസ കൊടുക്കാതെ വരുമ്പം ഓരോന്നിട്ട് പേടിപ്പിച്ച് പൈസ മേടിക്കുന്ന പരിപാടി. ഇത് മൊത്തം ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? എൻ്റെ ഗസറ്റ് എവളും കൂടാണ് പരിപാടി നടത്തുന്നത്. കാര്യങ്ങളില്ലാതെ ഏകദേശം ഒതുക്കി തോന്നുന്നു. പിന്നെ ഈ യുവതി പിന്നീട് ഞാൻ പറയട്ടെ, പൈസ കിട്ടിയതോടെ ഈ യുവതി എന്തുകൊണ്ട് സൈലൻ്റായി? ഹക്കീം പൈസ വാങ്ങി, ഈ യുവതിൻ്റെ പേര് പറഞ്ഞ് ഇവർ രണ്ടാളും പറഞ്ഞിട്ട് ഇവർ രണ്ടാളും പൈസ വാങ്ങി. പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കേസുമില്ല, ഒന്നുമില്ല, എല്ലാവരും സൈലന്റ്. പിന്നെ എന്നിട്ട് എപ്പോഴാണ് ഇത് പൊങ്ങി വന്നത്? ഇപ്പൊ പൊങ്ങി വന്നതിന്റെ കാരണം ആരും പറയുന്നില്ല, ആർക്കും അറിയില്ല എന്തുകൊണ്ട് ഇപ്പം പൊങ്ങി വന്നു. പൈസ അവിടെ സെറ്റിലാക്കിയ സാധനമാണ്, അത് വഴിയെങ്ങും പോയി. പക്ഷെ എന്തുകൊണ്ട് ഇപ്പൊ പൊങ്ങി വന്നു? ഇപ്പൊ പൊങ്ങി വരാനുള്ള കാരണം ഹക്കീം ഇവളെ വലിപ്പിച്ച്, എവളെക്കാളും വലിയ ഉടായിപ്പാണ് ഹക്കീം. 25 ലക്ഷം പോയേക്കുന്ന ആരുടെ കയ്യിലോട്ടാണ്? ഹക്കീമിന്റെ കൂട്ടുകാരുടെ കയ്യിലോട്ടാണ്. ആ 25 ലക്ഷം രൂപയ്ക്ക് അത് നയാ പൈസ എവക്ക് കൊടുത്തിട്ടില്ല. എവക്ക് ഹക്കീം കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഹക്കീമിനെ പണിയാൻ വേണ്ടിയിട്ട് എവള് മറ്റേ അനന്തു സുൽജിത്തിനെ കൂട്ടുപിടിച്ചു. അവന് ഈ ബാങ്കിന്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും എവിടെ വോയിസ് ആണ് അവനെടുത്ത് അവന്റെ വീഡിയോ വെച്ചേക്കുന്നത്, അത് മൊത്തം അയച്ചു കൊടുത്ത് എവളാണ്. അനന്തു സുൽജിത്തിന് അവൻ ഡ്രേക്ക് റാമോറ ഇൻവെസ്റ്റിഗേഷൻ എന്നും പറഞ്ഞ് അവൻ പടച്ചു പിടുന്നത് എവള് പറഞ്ഞ കഥയാണ് അവൻ വീഡിയോ ഇറക്കിയേക്കുന്നത് ഹക്കീമിനെ പണിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവള് വിശുദ്ധയായി. ഹക്കീം ഇവക്കെതിരെ വരുത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ വെച്ചിട്ട് കളിച്ചേക്കുന്ന ആരാണ്? ഹക്കീമാണ്. ഹക്കീം ഇവക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഹക്കീം കള്ളനാണെന്ന് ഹക്കീം സമ്മതിച്ച പോലെ ആയി പോകും. അത് ഇവക്ക് അറിയാവുന്നത് കൊണ്ട് എവള് ഡീറ്റെയിൽസ് അനന്തുവിന് കൊടുത്തു. അനന്തുവിനെ വെച്ചിട്ട് ഹക്കീമിനെതിരെ ഓപ്പറേറ്റ് ചെയ്തു, ഹക്കീമിനെ പണിഞ്ഞു. ഇത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നന്മ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനകത്തില്ല. എല്ലാം നല്ല ഒന്നാം തരം 916 A ക്ലാസ് ഉടായ്പകൾ, ലോക ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ അപരാധികൾ. ഇതാണ് ഇവിടെ സംഭവിച്ചത്. എനിക്ക് പറയാനുള്ളത്, പെപ്പെ എന്താണെങ്കിലും നീ നാറി. ആ നാറ്റം അങ്ങ് സഹിക്കുന്നത് നല്ലത്. ആ നാറ്റം സഹിച്ചോണ്ട് തന്നെ യവനും ഈ ഹക്കീമിനും എതിരെ പണം തട്ടിപ്പ്, തേൻകണി, ഈ കാര്യങ്ങൾ പറഞ്ഞ് നീ കേസ് പോകണം. നാണമില്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ. എനിക്കത് മനസ്സിലാവാത്തത്. എന്താണെങ്കിലും നാറി, നാട് മൊത്തം നാറി. നീ അക്സെപ്റ്റ് ചെയ്യ്, ഇനി പോയി കേസ് കൊടുക്ക്. ഇവറ്റകളെ വെറുതെ വിടാൻ പാടില്ല. ഈ യുവതി എന്ന് പറയുന്നവൾ ഇതിനകത്ത് വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം പൊരുത്തക്കേടുള്ളതാണ്. 1, പോലീസ് കേസ് പോയിട്ടില്ല. 2, വിവാഹ വാഗ്ദാനം. കല്യാണം കഴിഞ്ഞവൻ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം കൊടുക്കുന്നത്? 3, സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്നു. 4, പൈസ കിട്ടിയതിന് ശേഷം സൈലന്റ് ആവുന്നു. 5, പൈസ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് സ്ക്രീൻഷോട്ട് എങ്ങനെ അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തുന്നു. ഇത് മൊത്തം ഇതെല്ലാം നിങ്ങൾ കൂട്ടി വായിക്കുക. നല്ല ഒന്നാം തരം പ്ലാൻ പണി തേമ്പി. അതാണ് കഥ. ഓക്കെ, അപ്പം ഇതുപോലുള്ള പല പ്ലാനിങ്ങും ഹക്കീമിന്റെ പേരിൽ ഇനി പുറത്തു വരും. അത് പുറത്ത് വരണമല്ലോ, വരാതെ ഇവിടെ പോകാൻ. കൂടുതൽ ഒന്നും ഇതിനെ പറ്റി പറയാനില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ബോംബുകൾ പൊട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ ശരി, ബൈ.